ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിട്ട് വന്ന തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം നോക്കാം. 1860 മുതൽ 1880 വരെ. 1860 മുതൽ 1880 വരെ. രോഗപ്രതിരോധത്തിനായി വാക്സിനേഷൻ, സർക്കാർ ജീവനക്കാർക്ക് ഗോവസരി പ്രയോഗം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹം ആധുനിക മലയാള സാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകി. ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ് മലയാളം നാടകത്തിന് തുടക്കം കുറിച്ചത്. ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ് മലയാളം നാടകത്തിന് തുടക്കം കുറിച്ചത്. പണ്ടാരപ്പാട്ട് വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പണ്ടാരപ്പാട്ട് വിളംബരം നടത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതായിരുന്നു പണ്ടാരപ്പാട്ട് വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട് വിളംബരം. ഇത് നടത്തിയത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം പദവി ലഭിക്കുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം പദവി. ഈ മാതൃകാ രാജ്യം പദവിക്കായിട്ട് ശ്രമിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. ഇതിനുവേണ്ടി ശ്രമിച്ചത് സ്വാതി തിരുനാളും ഈ മാതൃകാ രാജ്യം പദവി ലഭിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്തുമാണ്. 1866 ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി മഹാരാജ പട്ടം നൽകി ആദരിച്ചു. ആയില്യം തിരുനാൾ രാമവർമ്മയെ 1866 ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി മഹാരാജ പട്ടം നൽകി ആദരിച്ചു. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവു. ടി മാധവറാവു ആണ് തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചത്. ടി മാധവറാവു. ആയില്യം തിരുനാളിൻ്റെ മന്ത്രിയായിരുന്നു ടി മാധവറാവു. തിരുവനന്തപുരത്തെ പുത്തൻ കച്ചേരിയും ആലപ്പുഴയിലെ വിളക്കുമരവും സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവനന്തപുരത്തെ പുത്തൻ കച്ചേരിയും ആലപ്പുഴയിലെ വിളക്കുമരവും സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. അതേപോലെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി, സിവിൽ ആശുപത്രി, ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, വെർണക്കുലർ സ്കൂൾ, ലോ കോളേജ്, സർവേ സ്കൂൾ, ട്രെയിനിങ് സ്കൂൾ, ബുക്ക് സെലക്ഷൻ കമ്മിറ്റി, ആശുപത്രികൾ, മനോരോഗാശുപത്രി എന്നിവയൊക്കെ സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി, സിവിൽ ആശുപത്രി, ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, വെർണക്കുലർ സ്കൂൾ, ലോ കോളേജ്, സർവേ സ്കൂൾ, ട്രെയിനിങ് സ്കൂൾ, ബുക്ക് സെലക്ഷൻ കമ്മിറ്റി, ആശുപത്രി, മനോരോഗാശുപത്രി എന്നിവയെല്ലാം സ്ഥാപിച്ചു. പിന്നെ MC റോഡിൻ്റെ കേശവദാസ് പുരം തുടങ്ങിയിട്ട് അങ്കമാലി വരെയുള്ള MC റോഡ് പണി പൂർത്തിയായത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. MC റോഡിൻ്റെ പണി പൂർത്തിയായത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന പ്രമുഖരാണ് AR രാജരാജവർമ്മയും കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം നടത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. സന്ദിഷ്ടവാദി എന്ന പത്രം നിരോധിക്കുകയുണ്ടായി. ആയില്യം തിരുനാൾ രാമവർമ്മ നിരോധിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. ശംഖുമുഖം കൊട്ടാരം പണികഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ. ഓലയ്ക്കു പകരം പേപ്പറുകളിൽ എഴുത്തുകുത്തുകൾ നടത്തി തുടങ്ങിയത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഓലയിലാണ് ആദ്യം എഴുത്തുകളൊക്കെ നടന്നിരുന്നത്. അതിന് പകരം പേപ്പറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലായ പൂജപ്പുര ആരംഭിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ ആരംഭിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത്. തിരുവിതാംകൂർ ചരിതം എന്ന പുസ്തകം എഴുതിയത് പാച്ചുമൂപ്പൻ ആണ്. തിരുവിതാംകൂർ ചരിതം എന്ന പുസ്തകം രചിച്ചത് പാച്ചുമൂപ്പനാണ്.
സെക്രട്ടേറിയറ്റ് മന്ദിരം ഇന്ന് കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. അതേപോലെ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മ. ഇനി ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഓരോ വർഷക്രമത്തിൽ ഒന്ന് നോക്കാം നമുക്ക്. 1860 ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി വരുന്നത്. 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് 1860. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. 1860 പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നു. 1866 തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചു. 1866 തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചു. ഇതേ വർഷം തന്നെയാണ് ആയില്യം തിരുനാൾ രാമവർമ്മയ്ക്ക് മഹാരാജപട്ടം നൽകിയത്. വിക്ടോറിയ രാജ്ഞി മഹാരാജപട്ടം നൽകിയത് 1866. 1867 ആയില്യം തിരുനാൾ രാമവർമ്മ ജന്മി കുടിയാൻ വിളംബരം നടത്തി. 1867 ജന്മി കുടിയാൻ വിളംബരം. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തി. ഇതേ വർഷമാണ് പാച്ചുമൂത്തത് തിരുവിതാംകൂർ ചരിതം എന്ന പുസ്തകം രചിച്ചത്. പാച്ചുമൂത്തത് തിരുവിതാംകൂർ ചരിതം രചിച്ചത് 1867. 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. 1874 ലോ കോളേജ് സ്ഥാപിച്ചു. 1874 ലോ കോളേജ് സ്ഥാപിച്ചു. 1875 തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തി. 1875 തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തി. 1877 കൊല്ലം പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചു. 1877 കൊല്ലം തൂക്കുപാലം പണി കഴിപ്പിച്ചു. ആൽബർട്ട് ഹെൻറി ആയിരുന്നു കൊല്ലം പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി. അപ്പോൾ ഇത്രയൊക്കെ ഓർത്തു വെക്കുക. എല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.